ഇന്ന് 2 കേക്ക് വർക്കാണ് കേട്ടുള്ളത്. ഒന്ന് നമ്മുടെ നൈബർ തന്ന കേക്ക് ഓർഡറും മറ്റേത് നമ്മളെ വീട്ടിലേക്ക് തന്നെ ചെയ്തതാണ് കേട്ടോ. ഞങ്ങളുടെ അമ്മച്ചിയുടെ പിറന്നാളായിരുന്നു കേട്ടോ. അമ്മച്ചി എന്ന് വെച്ചാൽ അച്ചമ്മ. അച്ചമ്മയൊക്കെ കോട്ടയം ഭാഗത്തുള്ളവരായിരുന്നേ. അങ്ങോട്ടൊക്കെ അച്ചമ്മയ്ക്ക് അമ്മച്ചി നട്ട് വിളിക്കുക. ആദ്യമായിട്ടാണ് കേട്ടോ അച്ചമ്മയെ കൊണ്ട് പിറന്നാളിന് കേക്ക് മുറിപ്പിക്കുന്നത്. പ്രായമായി കഴിഞ്ഞാൽ അറിയാമല്ലോ, കേക്ക് മുറിക്കാനൊക്കെ ഭയങ്കര മടിയാട്ടോ അവർക്ക്. പക്ഷേ ഇത്തവണ ഞങ്ങൾ കൊച്ചുമക്കൾ പിടിച്ച മടിയാലെ പൂട്ടി. 85 വയസ്സായിട്ട് പുള്ളിക്കാരിക്ക്. പക്ഷെ കണ്ട ഇപ്പോഴും 60, 65 അത്ര തോന്നിക്കുള്ളൂ. അച്ചമ്മയുടെ കുട്ടിക്കാലത്ത് പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം ഷുഗറുള്ള ആളായതുകൊണ്ട് ഈ പുറത്തുനിന്ന് വന്ന കേക്ക് അച്ചമ്മ കഴിക്കാറില്ല കേട്ടോ. ഒടുക്കത്തെ മധുരമാണ്. പക്ഷേ ഞാൻ എപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും കട്ട് പീസ് ബാക്കി വന്നാൽ എല്ലാവർക്കും കൊടുക്കുമ്പോൾ അച്ചമ്മയ്ക്കും ഒരു പീസ് കൊടുക്കട്ടോ. എത്ര ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാലും പുള്ളിക്കാരി കഴിക്കട്ടോ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാറുണ്ട് എൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലും വലിയ കോംപ്ലിമെൻറ്റ് കേൾക്കാനുണ്ടോ? അപ്പോഴേ നെയ്ബർക്ക് കൊടുക്കാനുള്ള കേക്ക് നല്ല ഭംഗിയായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ സ്വന്തം വീട്ടിലുള്ള കേക്ക് എങ്ങനെ ചെയ്താലും ശരിയാവില്ല കേട്ടോ. എത്ര നേരം ഞാനെൻ്റെ പുറകെ കൂടി എന്നറിയോ. എന്താന്നല്ലേ വഴിയെ കാണിച്ചു തരാം. ക്രം കോട്ട് എന്ന ഭാഗമൊക്കെ പിന്നെ ഏകദേശം അതേപോലെ തന്നെയാണല്ലോ. ഡിസൈനിങ് തുടങ്ങിയ പിന്നെ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. ഈ ക്രം കോട്ടിങ് കഴിയുന്ന വരെ പോലും എൻ്റെ മനസ്സിൽ യാതൊരു ഐഡിയ ഉണ്ടെന്നില്ല കേട്ടോ എന്ത് ഡിസൈൻ ചെയ്യണമെന്ന്. പിന്നെ കൈ കെട്ടി 2 കളേഴ്സ് അങ്ങ് ചൂസ് ചെയ്തു. ഇപ്പോഴത്തെ പിള്ളേർ ഭാഷ പറഞ്ഞാൽ നല്ലൊരു എസ്തെറ്റിക് ഡിസൈൻ എന്നൊക്കെ മനസ്സിലേക്ക് വന്നിട്ട് ആദ്യം ഇതാണോ എസ്തെറ്റിക് ചോദിച്ച് എന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് കേൾക്കാനാണല്ലോ നമ്മൾ പരീക്ഷണം ചെയ്യുക. ഇപ്പോഴത്തെയും ഒരു പരീക്ഷണം നടത്തി നോക്കിയാണ്. വേണ്ടേ സൈഡിൽ മൊത്തം ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ക്രീം കൊണ്ട് മുകളിലേക്ക് സ്ട്രോക്ക് കൊടുത്തപ്പോൾ ഭംഗിയുണ്ടാവുമെന്ന് ഞാനും കരുതി. പക്ഷെ കൊള്ളില്ലായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും നോക്കിയിട്ടും ആ കൊള്ളില്ല കണ്ടപ്പോൾ ഞാനത് മൊത്തം കടിച്ചെടുത്തോട്ടോ. പിന്നെ അങ്ങോട്ടൊരു യുദ്ധമായിരുന്നു ഞാനും ക്രീമും തമ്മിൽ. ആ ഡിസൈൻ നോക്കണു ഈ ഡിസൈൻ നോക്കണു, പക്ഷെ ഒന്നും മെനായില്ല കേട്ടോ. അവസാനം ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ട് നടുക്ക് പേരത് വെച്ചപ്പോൾ ആ പേരും വൃത്തിയായില്ല. അല്ലെങ്കിൽ ഈ പേരെഴുത്ത് എനിക്ക് പറ്റിയ പണിയല്ല കേട്ടോ, വൃത്തിയാവേ ഇല്ല. എൻ്റെ ഏട്ടൻ പറയട്ടെ എപ്പോഴും കേക്ക് ഉണ്ടാക്കി കണ്ട വേറൊരാളുണ്ടാക്കിയ പോലെ പേര് എഴുതി കണ്ട വേറെ കൊച്ചു കുട്ടി എഴുതിയ പോലെ കുറ്റം പറയാൻ പറ്റൂല. അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ പേന കൊണ്ട് തന്നെ വൃത്തി ക്രീം കൊണ്ട് ഇത് കിട്ടില്ല കേട്ടോ. പിന്നെ പ്രാക്ടീസ് ചെയ്തേ ഓക്കെ ആവുമെങ്കിലും ഇക്കും മടിയാ. ഞാൻ അതിനേക്കാൾ എളുപ്പത്തിൽ ഫോണ്ടനോട് പേര് വയ്ക്കും, അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊണ്ട് വയ്ക്കും. അങ്ങനെ എല്ലാം മാച്ച് കഴിഞ്ഞത് ലാസ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈൻ ചൂസ് ചെയ്തു കേട്ടോ. കണ്ടില്ലേ പേര് ചോക്ലേറ്റിൽ എന്നെ കൊണ്ടതേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കഴിച്ചിട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഹാപ്പിയായി.